എല്ലാ സുഹൃത്തുക്കൾക്കും ബൈനോക്കൽ ടോക്സിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞങ്ങളിന്ന് വാഗമണ്ണ് കാണാൻ പോവാം. വാഗമണ്ണ് ഒരുമാതിരിപ്പെട്ടവർക്ക് പോയിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. പൊട്ടക്കുന്നും തേയിലയും മഞ്ഞും പിന്നെ തന്നെ അഡ്വഞ്ചർ പാർക്ക്, തങ്ങളുപാറ, ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മുടെ പൈൻ ഫോറസ്റ്റ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിന്ന് വന്നതേ ആനവിലാസം വഴിയാണ് വന്നത്. ഞങ്ങൾക്ക് വേറെ ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ ഇന്ന് ബൈക്കിലൂടെ യാത്ര. ശരിക്കും ഞങ്ങൾക്കിത് വോയിസ് ഓവർ ചെയ്യാണ്ട് നല്ല ഭംഗിയായിട്ട് കാറ്റും അതൊക്കെ വെച്ച് അല്ലെ ആ സൗണ്ടൊക്കെ വെച്ച് ചെയ്യണമെന്ന് നോക്കാം. പക്ഷേ റെക്കോർഡ് ചെയ്ത് തോന്നിയിട്ടുണ്ടല്ലോ, ബൈക്കിൽ പോകുന്നത് മൊത്തം ബ്രന്ന് ഒരു സാധനം കേൾക്കത്തില്ല. ഞങ്ങൾ പറയുന്നതൊക്കെ ശകലേ കേൾക്കത്തുള്ളൂ. പിന്നെ പൊതുവേ ഒന്ന് രണ്ട് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മൈക്കിന് നമ്മുടെ സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മളത് പഠിച്ച പണി മാറിയിട്ട് നോക്കിയിട്ട് നമുക്കത് മാറ്റാൻ പറ്റിയില്ല. പിന്നെ നമ്മളൊരു വിദഗ്ധനായ ടെക്നീഷ്യനെ കൊണ്ട് കാണിച്ചു. അങ്ങനെ അതിൻ്റെ കേബിളായിരുന്നു കംപ്ലൈൻറ്റ്. അത് കണ്ടുപിടിച്ചു, പുതിയ കേബിളാക്കി. അങ്ങനെ പ്രശ്നം നമ്മൾ പരിഹരിച്ചു. കാരണം വെച്ചാൽ വാങ്ങിയിട്ട് നമ്മൾ ഒരു മാസം ആയതേ ഉള്ളൂ. അത് അങ്ങനെ നോക്കുന്നവരും ഉപയോഗിക്കുന്നവരും ആരും അതിനെപ്പറ്റി ഇങ്ങനൊരു കംപ്ലയിൻറ്റ് ഇട്ടിട്ടില്ല, ഇങ്ങനെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും അതിനകത്ത് ഭൂരിഭാഗം ആൾക്കാരെ മൈക്ക് നല്ലതാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ഒരു സുഹൃത്ത് വന്നു. ആ സുഹൃത്തുമായിട്ട് പരിചയപ്പെട്ട് നമ്മളൊരു ടെക്നീഷ്യനെ കണ്ടുപിടിച്ച് അത് ശരിയാക്കി കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോയ്ക്ക് സൗണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ മറക്കരുതേ. അപ്പോൾ ഇത് സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബോണാമി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാനാണ് പ്ലാൻ ചെയ്ത് വന്നേ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളോട് ചേട്ടൻ പറഞ്ഞു ഇവിടെ അടുത്തൊരു റംബൂട്ടാൻ തോട്ടമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ റംബൂട്ടാൻ തോട്ടം കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഇച്ചിരി തോന്നി യാത്ര ചെയ്യും. അപ്പോൾ യാത്ര ചെയ്ത് കുറച്ചും കൂടെ വന്നപ്പോഴത്തേനും കുറേ ഭാഗം വന്നപ്പോൾ നല്ല കാപ്പിയും സംഭവങ്ങളൊക്കെ കണ്ടു. എന്നാൽ നമുക്ക് ഇച്ചിരിയും കൂടെ അങ്ങ് പുറത്തോട്ട് പോയേക്കാം, കുറച്ചുകൂടെ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ആനവിലാസം വരുന്ന റൂട്ടിൽ വന്ന് കുറച്ച് കാപ്പിത്തോട്ടമൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ തിരിച്ച് പോകാം കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം, റംബൂട്ടാൻ തോട്ടം. പക്ഷേ ഒറ്റ കുഴപ്പമുള്ളൂ, അതിനകത്ത് ഒരു കയറ്റത്തില്ല കേട്ടോ. ഞങ്ങളവിടെ ഒരു പയ്യനുണ്ടായിരുന്നു. ഒരു പയ്യൻ അവിടെ ഒന്ന് ഈ നെറ്റ് വലിച്ച് കെട്ടുന്നുണ്ടായിരുന്നു. അവനോട് ഞങ്ങൾ ചോദിച്ചു പറഞ്ഞു, ചേട്ടാ അത് ചോദിക്കാതെ പറ്റത്തില്ല, അതുപോലെ ഏകദേശം പഴുത്തു വരുന്ന സമയം, അതുകൊണ്ട് അങ്ങനെ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മളിത് പുറത്തുനിന്ന് ഇങ്ങനെ കണ്ട് നമ്മളിങ്ങനെ പോന്നു. ഇതിപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ശബരിമലയെന്ന് മുല്ലപ്പെരിയാർ പ്രശ്നം വന്നപ്പം ശബരിമല ഒരു പ്രശ്നമായിരുന്നല്ലോ. പ്രശ്നങ്ങളുടെ പേര് ഓർമ്മ ഈ ശബരിമലയും മുല്ലപ്പെരിയാറൊക്കെ കയറി വരും. മുല്ലപ്പെരിയാർ പ്രശ്നം വന്നപ്പോൾ കേച്ചപ്പാതെന്ന് പറഞ്ഞൊരു സ്ഥലം എല്ലാവരും കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടുണ്ടാവുമല്ലോ. ഒരുപാട് ആൾക്കാർ ഈ സംഭവം കാണാനും പോയിട്ടുണ്ടാവും. ഇത് ആ സ്ഥലമാട്ടോ, കേച്ചപ്പാത്ത്. റോഡ് നന്നായിട്ട് പണി നടക്കുന്നുണ്ട്. കുറച്ച് ഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ നല്ല വീതിയുള്ളതും നല്ല മനോഹരമായ റോഡാട്ടോ ഇത്. ഏലപ്പാറ, വാഗമണ്ണ്, കുട്ടിക്കാനം ആ വഴി പോകുന്ന റോഡാട്ടോ. കട്ടപ്പനയ്ക്കും പോകാം. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം, കേച്ചപ്പാത്ത് പാലം. ഈ പാലത്തിന് ശകലം പൊക്കൊക്കെ ഒരു 2-3 മീറ്റർ പൊക്കമൊക്കെ ഉള്ളൂ. 2018 വെള്ളം നിറഞ്ഞ് മുല്ലപ്പെരിയാർ എന്നൊക്കെ വെള്ളം നിറഞ്ഞിട്ടപ്പം ഇതിൻ്റെ ഈ ഇരുവശത്തും വെള്ളം കയറി, ഒത്തിരി വീടുകളിലൊക്കെ വെള്ളം കയറി. അതിൻ്റെയൊക്കെ വീഡിയോകളൊക്കെ നമ്മൾ പലതും കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും വിഷയം സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ സംഭവിച്ചാൽ ആദ്യം വെള്ളം വരുന്ന സ്ഥലം ഈ കേച്ചപ്പാത്താണ്. അതുകൊണ്ട് മുല്ലപ്പെരിയാർ സമരം നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങളും സമര പരിപാടികളും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിയ ഒരു സ്ഥലമാണ് കേട്ടോ ഈ കേച്ചപ്പാത്ത്. പരിപാടി സംഭവമൊക്കെ കഴിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ടവർ ഒരു വഴിക്ക് പോയി, ബാക്കിയുള്ളവർ വേറെ വഴിക്കും പോയി. ഇപ്പോഴും മുല്ലപ്പെരിയാർ ഡാം അവിടെ തന്നെയുണ്ട്, വെള്ളവും അതുപോലൊക്കെ തന്നെയുണ്ട്. ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയുണ്ട്. ഇനി ബാക്കിയൊക്കെ വരും കാലങ്ങളിൽ അല്ലേ, പുതിയ രാഷ്ട്രീയ പാർട്ടികളും പുതിയ നയങ്ങളും ഒക്കെ വരുമ്പോൾ മാറുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഇരിക്കാം. എന്തായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇതുവഴിയാണ് വെള്ളം വരുന്നത് കേട്ടോ. ബേബി ഡാമിൽ കൂടെ ഷട്ടർ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ വെള്ളം പെരിയാറ്റിലോട്ട് വന്നു. പെരിയാറ്റിൽ നിന്ന് ഈ വഴിയാണ് ഇടുക്കി ഡാമിലോട്ട് സഞ്ചരിക്കണേ. അതായത് ഒരുപാട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇടുക്കി ഡാം താങ്ങുമെന്നൊക്കെ ഉള്ള വലിയ അഭിയോഗങ്ങളും വലിയ അഭിപ്രായങ്ങളൊക്കെ നടന്നാൽ നമുക്കതിനെപ്പറ്റി ഒത്തിരി അഭിപ്രായങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഒരു അഭിപ്രായം കേട്ടിട്ടുള്ളൂ. നമ്മളതിനെപ്പറ്റി ഒരുപാട് അഭിപ്രായം പറയുന്നില്ല. ബാക്കിയെല്ലാം ഈശ്വരാധീനം പോലെ. അപ്പം ഈ വഴി ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്തത് ഇപ്പം പോകുന്ന വഴി എല്ലാവരും കണ്ട പോലെ തന്നെ എല്ലാവരും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുമ്പം ഹൈ റേഞ്ചിലൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഇങ്ങനെ ഒരു റൈഡല്ലേ. ഇരുവശം നല്ല പച്ചപ്പും തേയിലയും ഇങ്ങനെ ഇഷ്ടംപോലെ മരങ്ങൾ. ഇതിപ്പം ഒരു വാഗ പോലൊരു മരമാണ് ഇപ്പം തേയിലയ്ക്കകത്ത് വെച്ചിങ്ങനെ കേട്ടോ. ഇത് കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ആദ്യം കുറേ കാറ്റാടിയായിരുന്നു, പിന്നെ വാഗയായി. ഇനിയിപ്പോൾ ശ്രദ്ധിച്ചോണം, ഇനിയിപ്പം തേയിലത്തോട്ടത്തിലെല്ലാം കവുങ്ങാണ്. അപ്പോൾ ഈ തേയിലത്തോട്ടത്തിനകത്തൂടെ പല സ്ഥലങ്ങളിൽ പല മോഡൽ കൃഷികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടോ, ഇപ്പം 2 വശമുള്ള തേയിലത്തോട്ടത്തിനകത്ത് നിറച്ച് കവുങ്ങാണ് കൃഷി ചെയ്തേക്കണേ. നല്ല രസമാണ് കാണാൻ കേട്ടോ. ഞങ്ങളൊന്ന് ബൈക്കിലായതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ ബൈക്കുകൾ പോകുമ്പോൾ ഒരു സുഖമാണ്. ഇത് കണ്ട വെയിലത്ര നല്ല വെയിലായിട്ട് തെളിയുന്നുണ്ടെങ്കിലും പക്ഷേ ഉണ്ടല്ലോ നല്ല കാറ്റുണ്ട്. പിന്നെ നമ്മൾ ബൈക്കിലായതുകൊണ്ട് നമുക്ക് അധികം നന്നായിട്ട് ചൂടങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. ഇത് കുറച്ച് ഭാഗത്തൊക്കെ ഒരു 5-6 എണ്ണപ്പനയൊക്കെ നിൽപ്പുണ്ട്. അത് ചുമ്മാ പേരിന് മാത്രമേ ഉള്ളൂ, കാണത്തക്ക രീതിയിലൊന്നുമില്ല. പിന്നെ നമ്മൾ ആ തോട്ടം കാണാൻ പറ്റാത്തപ്പോഴേ അവിടെ നിന്ന് ആ ചേട്ടൻ പറഞ്ഞായിരുന്നു പോകുന്ന വഴിക്ക് വേറൊരു തോട്ടമുണ്ട്, അതായത് തേയിലയ്ക്കകത്ത് റംബൂട്ടാൻ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു.
കൊച്ചു ചെടികളുണ്ടെന്നാണ് പറഞ്ഞത് തേയിലക്കകത്ത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കാം, അവിടെ കയറാൻ പറ്റുമോ നമുക്കറിയത്തില്ല. കാരണം ഈ പഴം ഇങ്ങനെ കാണാൻ വരുന്നവരൊക്കെ പറിക്കുന്നൊക്കെ അവർ പറയുന്നത്. നമ്മളെ അടുത്തും പോയി പറിച്ചിട്ടില്ല കേട്ടോ, നമുക്കിട്ട് അറിയത്തുമില്ല. നമുക്ക് ശ്രമിച്ച് നോക്കാം കാണാൻ പറ്റുമോ. കാരണം റംബൂട്ടാൻ തോട്ടം അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മളല്ലാതെ പച്ചക്കറി തോട്ടങ്ങളും കാര്യങ്ങളും മുന്തിരി തോട്ടങ്ങളും അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന തോട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന കണ്ടിട്ടില്ല. നാട്ടുപ്രദേശത്തൊക്കെ 1-2 മരങ്ങളിലൊക്കെ ഇങ്ങനെ വലയിട്ടൊക്കെ നിർത്തിയേക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇത് നല്ല തോട്ടമാണെന്ന് പറഞ്ഞത്. ഇനി കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഇത് കേട്ടല്ല റോഡ് നല്ല അടിപൊളി മനോഹരമായ റോഡാണ്. ഒത്തിരി സ്പീഡിലൊന്നുമില്ല, പയ്യെ ഇങ്ങനെ അതൊക്കെ കണ്ടാസ്വദിച്ച് നമ്മൾ പറഞ്ഞ സംഭവം വന്നു കേട്ടോ. ഇത് കണ്ടോ തേയിലത്തോട്ടത്തിനകത്ത് നിൽക്കുന്ന കേട്ടോ. ആ കച്ചിത്തുറു പോലെ ഇട്ട് വെച്ചേക്കണതെല്ലാം റംബൂട്ടാനാണ് കേട്ടോ. പൊക്കം കുറഞ്ഞ് കുഞ്ഞ് റംബൂട്ടാൻ ചെടികളാണ് കേട്ടോ. പക്ഷെ എല്ലാത്തിലും കായുണ്ട്. പക്ഷേ അവിടുത്തെ പോലെ തന്നെയാണ് അവസ്ഥ ഇവിടെയും. അകത്ത് കയറാൻ പറ്റില്ല. അവരെ സൈഡിൽ കൂടെ എല്ലാം വേലി കെട്ടിയേക്കുവാണ്. പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് ഒന്ന് നിങ്ങൾ നോക്കി കേട്ടോ, അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. പക്ഷേ ഗേറ്റും കുറ്റിയിട്ടേക്കുക. അപ്പോൾ ഞങ്ങൾ അവിടെ കടയുണ്ടായിരുന്നു, ആ കടയിൽ ചോദിച്ചപ്പോൾ തന്നെ ആ ചേട്ടൻ പറഞ്ഞു ഇച്ചിരി അകത്തോട്ട് കയറിയാണ് ഇന്ന് തേയിലയുടെ പരിപാടികൾ. അതുകൊണ്ട് രാവിലെ ഇതിൻ്റെ സൂപ്പർവൈസറും തൊഴിലാളികളൊക്കെ വന്ന് അകത്തോട്ട് കയറിപ്പോയി. ഇനി വൈകിട്ട് ഒരു 3 മണിക്ക് ശേഷമേ വരുവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 3 മണി വരെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഒന്നാമത്തെ കാര്യം 12 ആയതേ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ കുറച്ചുകൂടെ വരുമ്പം ഇതാ ഏലപ്പാറ സിറ്റി കൂടെ ഒഴുകി വരുന്ന വെള്ളമാണെന്ന് പറഞ്ഞു കേട്ടോ. അത് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല, അത് ഇച്ചിരി ദൂരെയാണ്. പക്ഷെ നല്ല നിരന്ന് പരന്നൊഴുകുന്നൊരു വെള്ളച്ചാട്ടം കേട്ടോ. നല്ല ഭംഗിയായിട്ട്, കലക്കലൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് കേട്ടോ. ആരെങ്കിലുമൊക്കെ പോയി ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ പറയണേ പോകാൻ പറ്റുമെന്ന്. കണ്ടല്ലോ. പിന്നെ നമ്മളിങ്ങനെ സ്ഥലങ്ങൾ നമുക്കറിയാവുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. ഈ സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല. അതുപോലെ ചെറുതായിട്ടൊരു മഴക്കാറും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 2 വീലർ ആയതുകൊണ്ട് അധികം മഴയാകുന്നതിന് നമുക്ക് പോകണം. ഇത് ഏലപ്പാറയിൽ നിന്ന് ഒരു സൈഡ് അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ മദാമക്കുളം ആണ്ട്. അതായത് നേരെ ചെന്നിട്ട് ഒരു ശകലം ലെഫ്റ്റ് ഒരു കയറ്റം കയറിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെ മദാമക്കുളം, പിന്നെ ഇരുമ്പൂന്നിക്കര, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇതിപ്പോൾ നമ്മൾ പോകാൻ പോകണം വാഗമണിലോട്ട്. അതുകൊണ്ട് നമ്മൾ നേരെ പോകാം കേട്ടോ. ഇതിൻ്റെ ടൗണിനൊരു പ്രത്യേകത ഉണ്ടാവും. ഇവിടെ നല്ല ഉണക്കമീൻ കിട്ടുന്ന കടയുണ്ട് കേട്ടോ. വിലക്കുറവിൽ ഉണക്കമീൻ കിട്ടുന്നതിന് ഏലപ്പാറ ഫേമസാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്ന് ആൾക്കാർ എവിടെയെങ്കിലൊക്കെ യാത്ര പോയിട്ടുമ്പോഴത്തേനും ഏലപ്പാറ സിറ്റി വന്ന് ആ കട അപ്പുറത്താണ്, ചന്തയുടെ സൈഡിലാണ്, അതെടുത്തിട്ടില്ല. ഇവിടെ നല്ല ഉണക്കമീൻ, നല്ല സാധനം വിലക്കുറവിൽ ഉണക്കമീൻ കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഹൈറേഞ്ചുകാർക്ക് ഉണക്കമീനൊരു പ്രത്യേകതയാണല്ലോ. വീണ്ടും നമ്മുടെ മനോഹരമായ തേയിലത്തോട്ടങ്ങൾ. ഞങ്ങൾ തേയിലത്തോട്ടം കണ്ടതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാൽപ്പാറ കേട്ടോ. ഞങ്ങൾ ആ വീഡിയോയിലും പറഞ്ഞു. തുടക്കം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മോശമാണെന്ന് തോന്നുന്നു. പക്ഷേ വാൽപ്പാറ പിന്നെ അങ്ങോട്ട് വാൽപ്പാറ കുറേ ഭാഗങ്ങൾ അങ്ങോട്ട് കയറി ആ വാൽപ്പാറയുടെ ആ മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇത്രയും ഭംഗിയായ തേയിലത്തോട്ടം എനിക്ക് തോന്നുന്നു മേഘമലയേക്കാളും ഭംഗിയാണെന്ന് തോന്നുന്നു വാൽപ്പാറ കേട്ടോ. ഈ വളവിലൊരു DTPCയുടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാമെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം ആളും തിരക്കൊക്കെ ഉണ്ട്. ഇച്ചിരി പൂച്ചെടിയൊക്കെ വെച്ച് നല്ല ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തോ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് കുറേ ഭാഗങ്ങൾ ഇതുപോലെ വനം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വനമല്ല, കുറേ ചെടി സാധനങ്ങളൊക്കെ വെച്ച്. പിന്നെ കുറേ ഭാഗങ്ങൾക്ക് ഇവിടെ കുറേ ഭാഗങ്ങൾക്ക് തോട്ടം ശ്രദ്ധിക്കാതെ കിടക്കുന്ന കുറേ സംഭവങ്ങൾ കേട്ടോ. അതിന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം ഇവിടെ ഒരു ഫാക്ടറി ഇങ്ങനെ ഉപേക്ഷിച്ച് പോയെന്നും അല്ല കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ഉപേക്ഷിച്ച് കിടപ്പുന്ന സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആ വഴിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. ആ സ്ഥലം ബോണാമി എന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കേട്ടോ. ഇവിടെയൊക്കെ ഒരു സൈഡ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി വേറെ രീതിയിലായി. ഇതിപ്പോൾ നിറച്ച് ഇലയുള്ള കാറ്റാടി ചെടിയാണ് നിൽക്കുന്നത് കേട്ടോ. അല്ല പശുവിനെയൊക്കെ ഇവിടെ അയച്ചു വിട്ടാൽ ഇതുപോലെ വളർത്തുന്നത്. അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അവർക്ക് അധികാരപ്പെട്ട റോഡാണ്. അവരതുകൊണ്ട് റോഡിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുകയും നടക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അത് മാത്രം ശ്രദ്ധിച്ചോണം. അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പശുക്കൾ. കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ ഇങ്ങനെ കിടക്കുക. ഇതാണ് നമ്മൾ പറഞ്ഞതിൽ തുടക്കം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിന് പുറകിലേ അതുണ്ട് ഒരു ഷെഡ് കാണുന്നത് റൗണ്ടിൽ. അത് 1971 തീ പിടിച്ചു പോയൊരു തേയില ഫാക്ടറിയുടെ വർക്ക്ഷോപ്പാണെന്ന് പറഞ്ഞത്. വർക്ക്ഷോപ്പ് അതാ ഒരു റൗണ്ടിൽ അത് പണിതേക്കണം. അത് കണ്ടിട്ട് നമ്മൾ നിർത്തിയത്. കാസർഗോഡല്ല മണർകാട് മണർകാട് പാപ്പൻ എന്ന് പറയുന്ന ഒരാളുടെ പേരിലായിരുന്നു. അവരുടെ ഫാക്ടറിയാണ്. ഇത് 1971 തീ പിടിച്ച് പോയതാണെന്ന് പറഞ്ഞു. പിന്നെ ആ ഫാക്ടറിയുടെ പോക്കോളിൽ മാത്രമാണ് ആ കാണുന്നത് കേട്ടോ, ആ കറുത്ത വർണ്ണം. അവിടെ കയറിപ്പോയി കാണാനൊന്നുമില്ലെന്ന് ഈ ചേട്ടൻ പറഞ്ഞു. ഈ ചേട്ടൻ നമ്മളിതിനെപ്പറ്റി പറഞ്ഞു തന്നെ. ഇവരുടെയാണ് ഇവിടെ 950 ഏക്കറോളം ഇവർ കൃഷി നിർത്തിയിട്ട് പോയേക്കുന്നത്. അതായത് കൃഷി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ച് പോയതാണെന്ന് പറഞ്ഞത്. അവർ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ സാമ്പത്തിക നഷ്ടമാണ്. അത് ഇത്രയും കൃഷി ചെയ്ത് ഇതുകൊണ്ട് മുന്നോട്ട് പോകത്തില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. ഈ കാർ ഷെഡ് ഈ റോഡിൻ്റെ നടുക്ക് ഇങ്ങനെ ഈ ബോണാമി വഴി വാഗമണ്ണ് പോയിട്ടുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടോ?
ഇതെന്നാന്നറിയാൻ വേണ്ടി നമ്മൾ നിർത്തിയത്. അപ്പോൾ ഇങ്ങനൊരു കഥയുണ്ട് ഇവിടെ. ഇനി അവരുടെ ഒരു ബംഗ്ലാവുണ്ട് ഇവിടെ കേട്ടോ. അതായത് അവരുടെ മാനേജർമാരുടെ ബംഗ്ലാവാണെന്നാണ് പറഞ്ഞു. മാനേജർമാർ താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അവിടെ രണ്ടാൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവർ കഴിഞ്ഞിട്ട് നമുക്കങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന്. ഇതാണ് സംഭവം. ഗേറ്റൊക്കെ പൂട്ടിയിട്ടൊക്കെ ഗേറ്റൊക്കെ നശിച്ച് പോയതാണ് കേട്ടോ. ഇത് വിജൃംഭിച്ച ബംഗ്ലാവുകളും അങ്ങനത്തെ കെട്ടിടങ്ങളും കാണുമ്പോൾ നമുക്കൊരിതുണ്ടല്ലോ, അങ്ങനെ കയറി നോക്കുന്ന. ഇവിടെ സായിപ്പിൻ്റെ പ്രേതമൊന്നുമില്ല കേട്ടോ. ഇവർ തോട്ടം നിർത്തി പോയിട്ട് അങ്ങനെ ഞങ്ങൾക്ക് 1-2 പണി കിട്ടി. ഞങ്ങൾ തൊടുപുഴ ഒരു ബംഗ്ലാവുണ്ട്, അതെടുക്കാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവർ നമ്മളെ തല്ലിയില്ലെന്നേ ഉള്ളൂ. അവിടെ ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇവിടെ സായിപ്പിൻ്റെ പ്രേതം അലഞ്ഞു നടക്കുന്നതാണ്, രാത്രിയിൽ പ്രേതം നടന്നു വരും, ഇവിടെ വരുന്നവരെ ഫോളോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ഇനി അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിലൊക്കെ പറയാവുള്ളൂ, ഇല്ല ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ. അത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അവർ വീണ്ടും പുനർനിർമ്മിച്ച് വല്ല ഷൂട്ടിങ്ങിനോ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാണാൻ ചെല്ലുന്നവരാണെങ്കിലും നമ്മൾ യൂട്യൂബുമായിട്ട് ചെല്ലുന്നവരാണെങ്കിലും നമ്മളോട് ഒരു മോശമായ രീതിയിൽ പെരുമാറും. ഞങ്ങൾക്ക് അങ്ങനെ 1-2 അനുഭവങ്ങളുണ്ടായി. ഇവരതിനകത്ത് ഇത് കയറ്റത്തൊന്നുമില്ല. ഇദ്ദേഹമാണ് ഇത് നോക്കുന്നത്. നേരത്തെ തൊട്ട് ഇദ്ദേഹം ഇവരുടെ തൊഴിലാളിയാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ മാസം ശമ്പളം ഒരു അക്കൗണ്ടിലിട്ട് വരുമെന്നാണ് പറഞ്ഞത്. ഈ സാധനം മൊത്തം നശിച്ചുപോയി. ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇപ്പം ഇവിടുത്തെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ആ പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ മക്കൾ വന്ന് താമസിക്കുന്ന ഇവിടുന്ന് 10 കിലോമീറ്റർ അകലെ ഒരു ബംഗ്ലാവുണ്ട്, അവിടോട്ട് കൊണ്ടുവന്നത്. ഇവിടെ കുറേ കട്ടിലും സാധനങ്ങളും ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് സിനിമയ്ക്കൊക്കെ വേണ്ടി ഇത് കൊടുത്തിട്ടുണ്ടെന്നാണ്. ഇത് മൊത്തം പോയതാട്ടോ. ഈ ചേട്ടൻ ഈ 950 ഏക്കർ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ് ഈ തോട്ടത്തിലെ ജോലിക്കാരനായിരുന്നു ഈ ചേട്ടനും ചേച്ചിയും. അപ്പോൾ ഇവർ എങ്ങനെ ഇവരുടെ ഇത് എന്നാ ഇവർ മുന്നോട്ടുള്ള ഇവരെന്നാ ചെയ്തത്, അല്ലെങ്കിൽ തോട്ടക്കാരെന്നാ ചെയ്തതെന്ന് ചോദിച്ചപ്പം ഒരാൾക്ക് വെച്ച്, അതായത് ചേട്ടനും ചേച്ചിയും അവിടുത്തെ ജോലിക്കാരായിരുന്നുകൊണ്ട് ആ ചേട്ടന് 2500 ചെടി, ആ ചേച്ചിക്കും 2500 ചെടി, അതായത് തേയിലച്ചെടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും അവർ കൊടുത്തേക്കണമെന്ന് പറഞ്ഞു, അതായത് കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് ഈ 2500 ചെടിക്കിട്ട് പണിത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമൊന്നും കിട്ടത്തില്ല. അതിൻ്റെ 16 രൂപയോ 17 രൂപയോ 1 കിലോ തേയിലക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഇത് നല്ലതായിട്ട് നോക്കി മരുന്ന് മേടിച്ച് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ 20 ദിവസം 22 ദിവസത്തിനകത്ത് എടുക്കാമെന്ന് പറഞ്ഞു. ഇല്ലെന്നുണ്ടെങ്കിൽ 40 ദിവസം 45 ദിവസമാണ്. ഈ 2500 ചെടിയെ എന്നാ മാത്രം തേയില കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ചിലവ് വെച്ച് നമുക്ക് തന്നെ ഊഹിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാം പുറത്ത് പണിക്ക് പോവുക. ഇതെല്ലാം ഇവർക്ക് കൊടുത്തേക്കുന്ന തേയിലകളാണ്, തേയിലച്ചെടികളാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ കൊടുത്തിരിക്കുന്നതാണെന്ന് പറഞ്ഞത്. ഇത്ര ചെടി വെച്ച് കുറച്ച് ആൾക്കാരൊക്കെ അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ചേട്ടൻ അത്യാവശ്യം നോക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. വലിയ കാര്യമായിട്ടൊന്നും പണിയെടുക്കുന്നില്ല, പിന്നെ അത്യാവശ്യം മരുന്നൊക്കെ അടിച്ച് പോകാതെ നോക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നിലവിൽ തോട്ടമായിരുന്നാണ്. 1980 കഴിഞ്ഞ് 84 ഇത് ഒരു വേഴ്ച. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ പണിയൊന്നും നടത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞു കേട്ടോ. കുറേ ഭാഗമൊക്കെ വിറ്റെന്ന് പറഞ്ഞു. എന്തായിരിക്കാം തൊഴിലാളി അല്ല, സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതും വരാമല്ലോ. തൊഴിലാളികളുടെ ഇതും കുറവും അല്ലെങ്കിൽ അതിന് മാത്രം വിലയില്ലാതൊക്കെ വരുന്നതിൻ്റെയൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലെത്തി കേട്ടോ. അഡ്വഞ്ചർ പാർക്കിൻ്റെ ഒരു ഗേറ്റ് അകത്തോടെ കയറി അതെല്ലാം കണ്ട് കുറച്ചപ്പുറത്ത് വേറൊരു ഗേറ്റിൽ കൂടെ നമ്മൾ ഇറങ്ങി വരുന്നത്. ഇതിൻ്റെ ഇത് തറയോട് മറ്റേ കല്ല ഭാഗിയേക്കണം കേട്ടോ. ഇത് അവിടെ ചെല്ലുന്നരം വരെയുണ്ട്. അതായത് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്, അവിടെ ചെല്ലുന്നരം വരെയും ഇത് കല്ലാ ഭാഗിയേക്കണമെന്ന് പറഞ്ഞു. അങ്ങോട്ടും ഈ റോഡ് മൊത്തം ഇത് കല്ലാ ഭാഗിയേക്കണമെന്ന് കേട്ടോ പറഞ്ഞു. അപ്പോൾ അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ തുടക്കം ബൈക്കിനാണ് വന്നതുകൊണ്ട് ബൈക്കിന് 10 രൂപയും ആൾക്കാർക്ക് 20 രൂപയും, കുട്ടികൾക്ക് 10 രൂപയാണെന്ന് പറഞ്ഞു കേട്ടോ. ഇനി ഇവിടുന്ന് അകത്തോട്ട് പോകണം. അകത്താണ് മറ്റേ സംഭവങ്ങളൊക്കെ ഉള്ളത്, മറ്റേ റൈഡ് കാര്യങ്ങൾ, മറ്റേ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ പാസുകളെല്ലാം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തുണ്ട് കുറച്ച് സാധനങ്ങളുടെ പാസ്, അല്ലാണ്ട് ബാക്കിയൊക്കെ അതാത് സ്ഥലങ്ങളുടെ അടുത്താണെന്ന് പറഞ്ഞു കേട്ടോ. അതൊരു നേഴ്സറിയാണ്, അവിടെ കയറണമെങ്കിൽ സെപ്പറേറ്റ് പാസ്സാണ് കേട്ടോ. ചെടി സാധനങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട്. ഇതാ നമ്മൾ പോകുന്ന വഴിക്ക് വെള്ളം ഒരു സൈഡിൽ അത് കനാൽ പോലെ ഇങ്ങനെ കെട്ടിക്കിടക്കും. ഇതിനകത്ത് നേരത്തെ ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പം നമ്മൾ ബോട്ടിങ്ങൊന്നും കണ്ടില്ല. അങ്ങനെ നമ്മളത് സംഭവങ്ങളുടെ തുടക്ക സ്ഥലത്തെത്തിയിട്ടുണ്ട്. റോഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. എല്ലാം നല്ല നല്ല സ്പേസ് ഇട്ട് നല്ല നീളത്തിൽ ദൂരത്തിലും മാറ്റിയൊക്കെയാണ് നിർമ്മിച്ചേക്കണേ. ഇത് കണ്ടല്ലോ, റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതൊക്കെ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളുമാണ് കേട്ടോ. ഇരിക്കാൻ അങ്ങനെയുള്ള സാധനങ്ങൾ, അത്യാവശ്യം റെസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ പണിതിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല വിശാലമായ പാർക്കിങ്ങാണ്. നമുക്ക് ഈ പാർക്കിങ്ങിൽ വണ്ടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ പാർക്കിംഗ് ഫീസ് അങ്ങനെ സംഭവമൊന്നുമില്ല. ഓരോ സാധനം കാണാൻ എളുപ്പം നോക്കി വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നത് നല്ലത്. പിന്നെ എല്ലാം നടന്ന് കാണാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇവിടെ നല്ല വീതിയുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് പോകുന്നതായിരിക്കും ഉത്തമം. ഇത് കണ്ടോ, ഇതിനകത്തോടെ നമുക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുവന്ന ചെറിയ ചെറിയ വണ്ടികളുണ്ട് കേട്ടോ. അത്യാവശ്യം ജനങ്ങളുണ്ട് കേട്ടോ. ആ താഴത്തെ പാർക്കിങ്ങിലും വണ്ടി ഉണ്ടായിരുന്നു. കണ്ട
ദേ ഏകദേശം എല്ലാ സംഭവങ്ങളുടെയും ടിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഇവിടെ തന്നെയാണ് തുടങ്ങുന്നത്. ഇവിടെ നിരവധി കടകളുണ്ട്. ഫുഡ് കഴിക്കാനും അതിനും ഒക്കെ സംഭവങ്ങളുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഫുഡ് കോർട്ടുകളുണ്ട്. ഇനി ഈ സംഭവത്തിൻ്റെ ഓരോ മലകൾ ഇതേ നമ്മുടെ മറ്റേ കുഞ്ഞി ട്രെയിൻ കിടക്കുന്നു. അതിൽ ആൾ ഫില്ലായി കഴിയുമ്പോൾ ഇതിനകത്തോടൊക്കെ ഇവർ കൊണ്ടുപോകും കേട്ടോ, നടക്കാൻ പാടുള്ളവർക്ക്. പിന്നെ ഇതിലെ ടിക്കറ്റ് നിലവിൽ ഇവിടെ തന്നെ എല്ലാത്തിൻ്റെയും സാധനത്തിൻ്റെയും ടിക്കറ്റ് കിട്ടും കേട്ടോ. നമുക്ക് നോക്കിയാലോ എന്നാ സംഭവം എന്നൊക്കെ. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ്, പിന്നെ അല്ലാതെ മറ്റേ റോക്കറ്റ് ജക്ചർ, പിന്നെ സ്കൈ സൈക്ലിങ്, അങ്ങനെ കുറേ സംഭവമുണ്ടോ. ഈ റോക്കറ്റ് ഇജക്ടർ എന്നൊക്കെ പറഞ്ഞ സാധനം എന്തോന്നറിയാം, നമ്മുടെ തെറ്റാലി വലിയ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വലുത്. അതൊക്കെ ഇട്ട് വെച്ചിട്ട് വലിച്ച് പുറകോട്ട് ടൈറ്റ് ചെയ്തിട്ട് റൊട്ട വിടലാണ്. അതവിടെ മറ്റേ പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ട്. അത് അപ്പുറത്തെ മലയിലാണ് കേട്ടോ. നിരവധി എല്ലാ സംഭവം. ഇതാ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകുന്ന വഴിയാണ്. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്. പിന്നെ ഇതിൽ മാത്രമേ ഉള്ളൂ ഇവിടെ റേറ്റ് കുറവുള്ളൂ കേട്ടോ. ഇതിൽ മാത്രം 250 ഉള്ളൂ. പിന്നെ ATV എന്ന് പറഞ്ഞ സംഭവമുണ്ടോ, മറ്റേ നമ്മളെ ഓഫ് റോഡൊക്കെ പോകുന്നുണ്ടല്ലേ, സ്കൂട്ടറും ബൈക്കാണോ എന്ന് ചോദിച്ചാൽ ബൈക്കല്ല, 4 വീലർ വണ്ടിയല്ല എന്ന് വെച്ചില്ലേ, അതുണ്ട് കേട്ടോ. അതാണ് നമ്മളൊരു പ്രതീക്ഷ. നമുക്കൊന്ന് കറങ്ങണമെന്ന് ഓർത്താണ് വന്നത്. അത് തൊട്ടപ്പുറത്താണ്. അതിൻ്റെയൊക്കെ ടിക്കറ്റ് അവിടെ കേട്ടോ. അത് ഒരാൾക്ക് ഉണ്ട് 400 രൂപ കണ്ട, അല്ല ഒരാൾക്ക് 700 രൂപ കണ്ട അവിടെ എഴുതി വെച്ചിരുന്നു കേട്ടോ. നമുക്കതും നോക്കാം. അവിടെ ഒരു വാച്ച് ടവർ കാണുന്നുണ്ട്. ആ വാച്ച് ടവറിലോട്ടൊക്കെ വഴിയുണ്ട്, നമുക്ക് പോയി നോക്കാവേ. കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഇത് മറ്റേ പിള്ളേർക്ക് നമ്മൾ മുമ്പേ കണ്ടില്ലേ, അതേ സാധനം തന്നെയാണിത്. നമ്മൾ പണ്ടൊക്കെ കയറ് കെട്ടി ഊഞ്ഞാലത്. ഇപ്പം ഊഞ്ഞാലൊക്കെ ഇലക്ട്രിക്കാണ്. അതേ കയറ്റി വെക്കുന്നു, പുറകിൽ നിന്നൊരു സാധനം വന്ന് വലിച്ച് ടൈറ്റ് ചെയ്യുന്നു, വലിച്ചടിപ്പിച്ച് ഒന്ന് പൊക്കി നിർത്തുന്നു, ഒറ്റ വിടല. ആഹാ, നെഞ്ചിനകത്തൂടത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് നിരക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിന് മാത്രമുള്ളൂ 250 രൂപ കേട്ടോ. ബാക്കിയെല്ലാം അതുക്ക് മേലെയാണ്. 300, 350, 400 അങ്ങനെയൊക്കെയാണ്. പിന്നെ പാരാഗ്ലൈഡിങ്ങിന് തീർത്ത് കുറവാണ് കേട്ടോ. 4500 രൂപയുള്ളൂ. അതുകൊണ്ട് റേറ്റിൻ്റെ കാര്യത്തിൽ വാഗമണിൽ ഒരു കുറവുമില്ല. ഞാൻ പറഞ്ഞത് ഈ പാരാഗ്ലൈഡിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അതൊക്കെ കുറച്ചുകൂടെ റേറ്റ് കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഒന്നുമല്ലല്ലോ, അതേ കയറി പറക്കാൻ ആഗ്രഹമുള്ള മനുഷ്യന്മാർ കാണിക്കലേ. ഇത്രയൊക്കെ പൈസ കൊടുത്തും പറക്കാൻ ആഗ്രഹമുള്ള പൈസ പലർക്കും പല രീതിയിലാണ് വരുന്നത്. അല്ലെ പല ജോലികൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും സാധാരണപ്പെട്ട ഒരുപാട് മനുഷ്യർ വന്നിട്ട് അതിലൊക്കെ ഒന്ന് കയറാൻ ആഗ്രഹിച്ച് ഇത്ര റേറ്റ് ആയിട്ട് കയറാതൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ സർക്കാർ തല കാര്യങ്ങൾ. എങ്കിലും നമ്മുടെ ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. സംഭവമൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതൊരു മറ്റേ റോക്കറ്റ് ഇജക്ടർ എന്ന് പറഞ്ഞ സാധനമാണ്. അതിപ്പുറത്ത്. പിന്നെ അതിൻ്റെ മേളിൽ നിന്ന് മറ്റേ ഒരു പെങ്കൊച്ചിനവിടെ കയറ്റി നിർത്തിയിട്ടുണ്ട്, വള്ളിയൊക്കെ വലിച്ചു കയറ്റി. നമ്മൾ മറ്റേ അത്ര വലിയൊരു ഹൈറ്റ് എന്നൊരു ഇതല്ല കേട്ടോ. നമ്മൾ മറ്റേ നമ്മുടെ പല വിദേശം മറ്റേ ബ്ലോഗുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര പൊക്കത്തുനിന്ന് പാറയുടെ മേളിൽ നിന്ന് റോപ്പെ ബന്ധിച്ചിട്ട് താട്ടി ആടുന്നുണ്ടോ. ഇതിന് അത്രയും പൊക്കമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. പിന്നെ അത് ചാടുന്ന ആ ഒരു മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അന്നേരം അത് ലോക്കാവും. പിന്നെ അത് പതുക്കെ ഊർന്ന് താട്ടിറങ്ങി വരുള്ളൂ. ഇപ്പോൾ നമുക്ക് കാണാം. കൊച്ചിനെ അവിടെ കയറ്റിയിരുന്നില്ല. കൊച്ചു ചാടാൻ തയ്യാറായി കയറുതാ, പക്ഷേ അതിനങ്ങോട്ട് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് അവസാനം അത് തന്നെ പറഞ്ഞു, ചേട്ടനങ്ങ് തള്ളിയിട്ടോ എന്ന് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി എന്നിട്ട് ആ കൊഞ്ഞ് പതുക്കെ ഊർന്ന് താട്ടിറങ്ങി വരും കേട്ടോ. പിന്നെ അവിടെ നിൽക്കുന്ന ആ ചാടാൻ മനസ്സനുവദിക്കത്തില്ല, അത് നമുക്കാണല്ലോ അനുവദിക്കുകയല്ലോ. ഇതേ മറ്റേ തുമ്പിയെപ്പോലെ കണ്ടോ അമ്മമാർ അന്തരീക്ഷത്തിൽ അഭ്യാസം കാണിക്കുന്നത് പാരാഗ്ലൈഡിങ്. അത് അപ്പുറത്തെ മലയിലാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും തൽക്കാലം നമ്മൾ ഇങ്ങനത്തെ പരിപാടികളിലൊന്നും തൽക്കാലം കയറുന്നില്ല. ഒന്നാമത്തെ കാര്യം ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി ചിലപ്പോൾ തല കറങ്ങുമെന്നൊരു ഡൗട്ടുണ്ട്. തലയൊന്നും കറങ്ങത്തില്ല കേട്ടോ, പറഞ്ഞാൽ. കാരണം വെച്ചാൽ നമ്മൾ 2-3 ഇടത്ത് പോയപ്പോൾ കയറിയായിരുന്നു. ഒന്ന് നമ്മൾ കൂർഗി പോയപ്പം കയറിയായിരുന്നു. അത് ഇത്തിരി കൂടെ വലുതാട്ടോ സംഭവം. ഇത് നീളക്കുറവാണ്, എന്നാലും അവിടെ കയറി കഴിയുമ്പം അതിൻ്റെ ചുറ്റോട്ടൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. ഇതും അതുപോലൊക്കെ തന്നെയാണെന്നാണ് പ്രതീക്ഷ. കയറിയില്ലേകൾ നിരവധി ആൾക്കാരുണ്ട് കേട്ടോ. ഇന്ന് ശനിയാഴ്ച ഇത്രയും തിരക്ക് പോരാന്നാണ് അവർ പറഞ്ഞു കേട്ടോ. ന്യായമായിട്ട് തിരക്ക് വരുന്നതാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ ATV റൈഡ് അപ്പുറത്തുണ്ട്. അതാണ് നമ്മൾ പ്രതീക്ഷ വേണം. അത് കുറച്ച് ദൂരെയാണ്. അതവിടെ അതിന് തന്നെ മറ്റേ ഓഫ് റോഡ് ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു. ഇത് നമ്മുടെ ഊഞ്ഞാലാട്ടാൻ പോകണം. പിള്ളേരെ കണ്ടോണേ. ഇവിടെ സാധാ ഊഞ്ഞാൽ ബ്രെഡിലോട്ട് അടിയിട്ട് പുറകോട്ട് വരുമ്പോൾ നെഞ്ചിനകത്തൊരു പിടുത്തം വരും. അപ്പോൾ നോക്കിക്കൊണ്ടത് വലിച്ചു വിട്ടിട്ടൊരു പോക്ക് പോതെ. ഇപ്പോൾ അവിടെ ആ താഴത്തെ കയറ് വിടുന്ന താമസം മാത്രമേ ഉള്ളൂ. എന്നും പ്രശ്നം വയ്ക്കണ്ടോ. പക്ഷെ അതിനൊരു ഒരു വെട്ടലും കുലുക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അത് കാണുമ്പോൾ ഒരു ഭയം വരും കേട്ടോ. നമ്മൾ ഊഞ്ഞാലാടുമ്പോൾ നമ്മളിങ്ങനെ സ്ലോയിലല്ലായിരുന്നു. ഇതങ്ങനല്ല. ഇതാ പിടിച്ചിട്ട് അങ്ങോട്ട് വിടുമ്പോൾ അതിനൊരു വെട്ടൽ സംഭവം ഉണ്ടല്ലോ. എവിടെയാണ് പോകുന്നതെന്നറിയോ? അങ്ങ് മലയുടെ മുകളിലൂടെ 2-3 ആട്ടോ കഴിയുമ്പോഴത്തേനും പിള്ളേർ അതേന്ന് കൈയൊക്കെ വിട്ട് പിന്നെ നല്ല വിശാലമായിട്ട് ഇങ്ങനെ കേട്ടോ.
അതിൻ്റെ എല്ലാത്തിനും ഒന്നും രണ്ട് മൂന്ന് സ്റ്റാഫുകളുണ്ട് കേട്ടോ, അത് നിയന്ത്രിക്കാനും പറയാനും ഒക്കെ. അവരുടെ നിയന്ത്രണങ്ങളും അവരുടെ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് വേണം ഗ്ലാസ് ബ്രിഡ്ജ്. പിന്നെ നമ്മുടെ ATV ഓഫ് റോഡ് ഡ്രൈവ് എന്നുള്ള മോഹം അസ്തമിച്ച് കേട്ടോ. കാരണം വെച്ചാൽ ആ സംഭവം കംപ്ലൈൻ്റ് ആയിട്ട് 7 മാസം കണ്ടായി. അത് തന്നു വിടുന്നതുമില്ല, അല്ലാതെ കൂട്ടത്തിൽ ഡ്രൈവർ വരുന്നതുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഒരു ഗുണമാണ് നമ്മുടെ നാട്ടിലൊരു പദ്ധതി ആരംഭിച്ച് കഴിഞ്ഞാൽ ആ സാധനം ഒന്ന് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ള പരിപാടി ഒരു കാരണവശാലും നടക്കുകയില്ല. ഇതേ ആകാശത്ത് നല്ല ഓറഞ്ച് കളറിൽ തുമ്പി പറക്കുന്നു, അതേൽ ഡ്രൈവറും അതേലെ സഞ്ചാരിയുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. അതേ അടുത്തത് പച്ച കളറിലെ തുമ്പി, നല്ല രസമാണ് കേട്ടോ കാണാൻ. ചില ചെറിയ ചെറിയ അഭ്യാസങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ കാണിച്ച് ഒന്ന് പയ്യെ ഒന്ന് ലാൻഡാകും കേട്ടോ. അവിടെ 3-4 സ്റ്റാഫുകളുണ്ട്. അവരത് ആൾക്കാരെ കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേനും ആ സാധനം നൂർത്ത് തറയിലിട്ടിട്ട് അവിടുന്ന് വലിച്ച് കൊണ്ടുപോയി വിടുന്നൊക്കെ ഉണ്ട്. ഇത് നിരവധി സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് അങ്ങോട്ടും അത് കണ്ടോ, ഇപ്പം തന്നെ അന്തരീക്ഷത്തിൽ ഒരു 3 എണ്ണം ഉണ്ട് പറക്കുന്നത്. ഒരെണ്ണം വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ലാൻഡ് ചെയ്തപ്പോൾ അപ്പുറത്തൊരെണ്ണം പറന്ന് നോക്കുന്നുണ്ടോ. അവിടുന്ന് 3-4 ആൾക്കാർ ചേർന്നതിനെ വലിച്ച് ആ ഇറക്കത്തിലോട്ട്, ആ താഴ്വശം വരെ ഇറക്കം, ആ ഇറക്കത്തിലോട്ട് അങ്ങ് വലിച്ചങ്ങ് കൊണ്ടുപോകണേ. അപ്പോൾ അത് അന്തരീക്ഷത്തിലോട്ട് പതിയെ അങ്ങ് പൊങ്ങിപ്പോവുകയും ചെയ്യും. ഈ സാധനത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ കേട്ടോ. നമ്മുടെ റേറ്റ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ. പോയവരൊക്കെ ഇതിൻ്റെ അടിയിൽ അതിൻ്റെ എക്സ്പീരിയൻസ് എഴുതണേ. കാരണം നമ്മൾ കയറിയില്ല, നല്ല അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഒന്ന് പറയണേ. പിന്നെ ഇത് അവിടെ ഒരു വാച്ച് ടവർ പണിതിട്ടേക്കണം കേട്ടോ. ഇത് വാച്ച് ടവർ മണ്ണിനടി നിർത്തിക്കണമെന്നല്ല കേട്ടോ, മൊത്തം ഫുള്ള് തുരുമ്പ് പിടിച്ച് കിടക്കുന്ന. ആ വാഗമണിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാവുന്ന നല്ല ഒന്നാം തരം ഒരു വാച്ച് ടവറാണ്. അതിൻ്റെ കോലം നോക്കി, ഫുള്ള് തുരുമ്പാണ് നോക്കി. ഇത്രയും ഭംഗിക്ക് അവിടെ ഇത്രയും ഭംഗിക്ക് ഈ വാച്ച് ടവറിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ആ വാഗമണിൻ്റെ ചുറ്റുവട്ടങ്ങളും ഭാഗങ്ങളെ മൊത്തം കാണാവുന്ന കേട്ടോ. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ സാധനം എന്തായാലും അവിടെ നടത്തുന്ന ഒരു പരിപാടിക്കും അതിൽ ഡിസ്കൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. മറ്റേ ഇതുപോലെ തന്നെ സ്കൂളിൽ അങ്ങനെ വരുന്ന കുട്ടികളായിട്ട് വരുന്നവർക്കൊന്നും പ്രത്യേക ഓഫറുകളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ലെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഷീറ്റൊക്കെ പൊളിഞ്ഞ് എപ്പോഴോ പൊളിഞ്ഞു പോയതാണ്. ആ ഷീറ്റ് പൊട്ടിപ്പൊളിഞ്ഞതിനകത്തൂടെ വെള്ളം വീണ് ഈ താഴെ ഇട്ടിരിക്കുന്ന തകിടൊക്കെ അത് മൊത്തം തുരുമ്പിച്ച് നശിച്ചിരിക്കുക. ഈ അടുത്ത പ്രാവശ്യം ഇപ്പോൾ കുറച്ച് കാലം ഇതൊരു 3-4 വർഷത്തോടെ ഇങ്ങനെ തുരുമ്പൊക്കെ പിടിച്ച് നിൽക്കുകയുള്ളൂ. ഇത് കാണാൻ പോകുന്നവരൊക്കെ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചു. കാരണം ഇനി ഒരിക്കലും അതിൻ്റെ അസ്ഥികൂടം മാത്രമേ ഉള്ളൂ. പിന്നെ അന്നേരം അവിടെ ഒരു ബോർഡ് വരും. എന്നാണെന്നറിയോ, ഇപ്പോൾ ഈ ടവർ അപകടത്തിലാണ്, ഇതിൽ പ്രവേശിക്കാൻ പാടില്ല. അതോടുകൂടി അതിൻ്റെ പണി കഴിയും. അഡ്വഞ്ചർ ടൂറിസം ഇത് സംഭവം വാഗമണ്ണിൽ ചെയ്തപ്പോൾ എന്തൊക്കെയായിരുന്നു പരിപാടികൾ. ഇതൊന്നും വൃത്തിയായിട്ട് പെയിൻ്റ് അടിച്ച് സൂക്ഷിച്ചാലും മതിയല്ലോ. എന്നായാലും കാറ്റും മഴ അടിക്കുന്നതാണ് തുരുമ്പൊഴുകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഓടും, ഇത്രയും ആൾക്കാർ വരുന്നതല്ലേ. അതുകൊണ്ട് അവിടെയൊക്കെ എന്തൊക്കെയോ ട്രാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചുമ്മാ വെറുതെ അനാഥമായിട്ട് കിടക്കുക. കുറേ മണ്ണും പൊടിയൊക്കെ പിടിച്ച് പുല്ലൊക്കെ കയറി കുറേ ഭാഗങ്ങളിൽ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കുറേ മേളുവശങ്ങളൊക്കെ അവിടെ കാണാം. അല്ലാണ്ട് അത് എന്താണെന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ ടവറിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് വേറെ പ്രത്യേകിച്ചധികം കാര്യങ്ങളൊന്നും ഇവിടെ അഡ്വഞ്ചർ പാർക്കിലില്ല. ഇനി നമുക്ക് പതിയെ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോ ഇനിയുണ്ടല്ലോ സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇനി അറിയത്തില്ല. ഇനി പൈൻ ഫോറസ്റ്റ് ഉണ്ട്, തങ്ങളുപാറയുണ്ട്, പിന്നെ നമ്മുടെ കോലാഹലമേടുണ്ട്, മൊട്ടക്കുന്നുകൾ. പിന്നെ നിങ്ങളിതുവരെ പോകാത്തൊരു സംഭവം കൂടെ ഞങ്ങളിവിടെ പോയിട്ടുണ്ട്. നമ്മുടെ സുഹൃത്ത്, അതായത് നമ്മുടെ ബൈനോക്കുലർ ടോക്സിൻ്റെ സംഘം തന്നെ, അത് ഇതിനു മുമ്പ് പുള്ളി ഒരു ഓഫ് റോഡ് ഡ്രൈവറാണ്. അതിന് മുമ്പ് ഇവിടെ ഇരുമ്പൂന്നിക്കരയിലും ഉളുപ്പൂണിയിലൊക്കെ ഓഫ് റോഡ് ഡ്രൈവിന് വന്നപ്പോൾ പോയൊരു സ്ഥലമുണ്ട്. അങ്ങനെ നമ്മളൊക്കെ അവിടെ കൂടെ ഇവിടെ കണ്ട് ഇനി നമ്മൾ പതുക്കെ ഇറങ്ങാനുള്ള പരിപാടിയിലാട്ടോ. വേണ്ട ഒരുത്തം പറന്ന് വരുന്നുണ്ട്. ആദ്യം ഇത് കാറ്റിനനുസരിച്ചാണ്. ആദ്യം ഞങ്ങൾ അവിടെ കണ്ടോണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ അതിലേ അത് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഇത് നേരെ എതിർ സൈഡിലോട്ടാണ് பார்ക്കുന്നത് കേട്ടോ. നല്ല ദൂരം പോകുന്നുണ്ട്, നല്ല ദൂരം കേട്ടോ. അങ്ങനെ ഇതാണ് വാഗമൺ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഏകദേശം കഥകളും കാര്യങ്ങളും ഒക്കെ കേട്ടോ. പിന്നെ വരാമിരിക്കാം, ഒരു സന്തോഷമല്ലേ. ഇപ്പം ഏകദേശം തണുപ്പ് ആയിട്ടുണ്ട്. അത്യാവശ്യം തണുപ്പടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ ഭാഗമൊക്കെ അത്യാവശ്യം ചെറിയ മഞ്ഞുമുണ്ട്. ഇത് ഈ ടവറിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച ഇതിങ്ങനെ. അങ്ങനെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങും കേട്ടോ. നമ്മൾ കയറിയത് ഒരു വഴി, ഇറങ്ങി വരുന്ന വേറൊരു വഴിയാണ് കേട്ടോ. നമ്മൾ ആദ്യം വരുമ്പം ഈ വഴി കാണാം. അന്നേരം അവർ പറയും ഇനി 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇടത്ത സൈഡിലൊരു വഴിയുണ്ട്, ആ വഴി കയറുമ്പോഴാണെന്ന് പറയും. അപ്പോൾ അതിന് നേരെ പുറകിൽ നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ ഇനി നമ്മൾ വീണ്ടും വന്ന വഴി തന്നെ കുറച്ച് ദൂരം കൂടെ പോകും. ഇതെല്ലാം ഇത് വാഗമൺ. ഇനി നമ്മൾ പോകുന്നത് പൈൻ ഫോറസ്റ്റ് കാണാനാണ്. പൈൻ ഫോറസ്റ്റ് വന്നിട്ടുണ്ടാവില്ല, ഒരു വാഗമൺ വന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും പൈൻ ഫോറസ്റ്റ്. നമുക്കും പോയി ഒന്ന് കണ്ടു നോക്കാം. ഇത് ഈ തേയിലയുടെയൊക്കെ ചെറിയ ചെറിയ ഫാക്ടറികൾ കേട്ടോ അപ്പുറത്തൊക്കെ കാണുന്നത്.
ഇത് മറ്റൊരു ചതുപ്പ് പോലെ പ്രദേശമാണ്. അത് കുറച്ച് ഭാഗം ക്രിക്കറ്റ് കളിക്കാനൊക്കെ ആയിട്ടും കണ്ട് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പിള്ളേർ ഒരുക്കിയിട്ടേക്കുന്ന. ഇത് പൈൻ ഫോറസ്റ്റിൻ്റെ സ്ഥലം എത്തി കേട്ടോ. ഇവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ. നമ്മൾ ആ വാഹനം പാർക്കിംഗ് സൗകര്യമുണ്ട്. പാർക്കിംഗ് സൗകര്യത്തിന് നേരെ ഓപ്പോസിറ്റാണ് കട. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. ഇതിനിവിടെ അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പെട്രോൾ പമ്പുകൾ മാത്രം ഈ വന്ന ഒരു സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല. ബാക്കി അത്യാവശ്യം ATM സൗകര്യങ്ങൾ, ആശുപത്രികൾ, റൂമുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പെട്രോൾ പമ്പ് മാത്രം നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഇതാണ് പൈൻ ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റ് ഇറങ്ങുന്നതിനും പൈസയുണ്ട് കേട്ടോ. ആൾക്ക് 10 രൂപ വെച്ച്. ഇവിടെ ഇന്ന് ഒരുപാട് ഗ്രൂപ്പുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അവിടുത്തെ തിരക്ക് കുറവ്, അഡ്വഞ്ചർ അവിടെ കുറച്ച് തിരക്കുള്ളൂ. അപ്പം അതിനും കൂടുതൽ തിരക്കാണ് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ വാഹനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഈ പൈൻ ഫോറസ്റ്റ് ഇങ്ങനെ എടുക്കാത്തേ ഉള്ളൂ കേട്ടോ. ഇതെങ്ങനെ എടുത്താലും വീഡിയോ ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. കാരണം ഇത് ചുറ്റും താഴോട്ട് ഇറങ്ങിപ്പോണ സ്ഥലം കൊണ്ടെന്നല്ലാണ്ട് ഇതിന് ഒരു വ്യത്യാസമില്ല. എല്ലാം ഇതുപോലെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് അന്നേരം തന്നെ നമുക്ക് ഫോട്ടോ പ്രിൻ്റാക്കി അതിനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രെയിമിലൊക്കെ ഇട്ട് തരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് താഴോട്ട് കച്ചവടങ്ങളൊന്നുമില്ല. ഇതിൻ്റെ മേളുവശമാണ് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതിനകത്ത് നിറച്ച് ഫോട്ടോക്കാരാണ്. വെഡ്ഡിങ് ഷൂട്ടുകാരും ആൽബം ഷൂട്ടുകാരും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ മേളുവശം എല്ലാം ഇങ്ങനെ കിടക്കുന്നതിനാണെന്നറിയോ. ഇത് ആൾക്കാർ കയറി ഇറങ്ങിയാൽ ഇതിൻ്റെ ഈ കാടുകളുള്ള ചെറുതെല്ലാം പോയത്. അതേസമയം നമ്മൾ നടന്ന് തീരുന്നിടത്ത് കുറച്ച് ഇതുണ്ട്. അവിടെ അതുപോലെ തന്നെ, അതായത് അവിടെ ഒരു കിടങ്ങ് പോലെ വന്നിട്ട് പിന്നെ അപ്പുറത്തോട്ട് കിടക്കാൻ പറ്റത്തില്ല. അവിടെ കാടാണ് കേട്ടോ. അവിടെ അത്യാവശ്യം സൗകര്യമുണ്ട്. ഇവിടെ കുറച്ച് കിളികളുടെ കാൽപാദങ്ങളും അതും ഇതൊക്കെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ബയോ ടോയ്ലറ്റാണെന്ന് തോന്നുന്നത്. ടോയ്ലറ്റിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല. ഇവിടെ ഈ അടുത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം കേട്ടോ. പൈൻ ഫോറസ്റ്റ്. നമുക്ക് കുട്ടിക്കാനം പീരുമേട് പോകുന്ന വഴി ഒരു ചെറുതുണ്ട്, കണ്ടിട്ടില്ലേ? ഇടയ്ക്ക് ഒരു ദിവസം നമ്മുടെ ചാനലിൽ അതിൻ്റെ ഒരു റീലിട്ടായിരുന്നു. ചെറിയൊരു പൈൻ. ഏകദേശം ഇവിടം വരെ നടപ്പാതെ കൂടെ കല്ലടിക്കിയിട്ടുണ്ട്. അതിനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനി താഴത്തിറങ്ങുന്നില്ല. താഴത്തിറങ്ങിയാൽ ഇതൊക്കെ തന്നെയാണ് സീൻ. ഇത് കണ്ടോ, നടക്കാത്ത ഭാഗങ്ങളിലെല്ലാം കാടുണ്ട് കേട്ടോ. നടക്കുന്ന ഭാഗങ്ങളൊന്നും ഒരു കാടില്ല. ഇതിലെല്ലാം ആൾക്കാർ, ഇതിനെക്കൂടെ എല്ലാം നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ. അതിനെല്ലാം മുകളിലോട്ട് കയറിപ്പോട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ കയറിപ്പോണ്ട്. അയ്യോ, ഇനി കയറ്റം മൊത്തം തിരിച്ച് കയറണം. ബിരിയാണി കഴിച്ചുകൊണ്ട് നല്ല ബീഫ് ബിരിയാണിയായിരുന്നു അവിടെ. ഞാൻ പറഞ്ഞു നല്ല ഭക്ഷണമായിരുന്നു. ബിരിയാണി കഴിച്ചുകൊണ്ട് ഇനി തിരിച്ച് കയറ്റം വരിക്കുമെന്ന് അറിയത്തില്ല. ഇറങ്ങി വരുന്നതൊരു ബിയർ വൈൻ ഒരു പാർലറും ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല സൗകര്യം പറഞ്ഞപ്പോൾ അത് പറയാൻ മറന്നുപോയി. വേണ്ട, പിള്ളേർ സെറ്റെല്ലാം കുഞ്ഞു പിള്ളേർ സെറ്റെല്ലാം അതിനകത്തൂടെ ഇങ്ങനെ നല്ല ഇതിൻ്റെ ഇല വീണ് നല്ല ഇതുപോലെ കിടക്കുന്നത്. അതിൽ കൂടെ ഉരുണ്ടും പുരണ്ടും ഓടി കളിക്കുന്നുണ്ട്. പിന്നെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം അതിനകത്തൂടെ. കാരണം അതിൻ്റെ വേരെല്ലാം പൊങ്ങി നിൽപ്പുണ്ട്. അതിൽ തട്ടി വീഴരുത് കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ചോണേ. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റ് കണ്ടിട്ട് തിരിച്ച് നമ്മുടെ വണ്ടി വലിച്ച് കയറുവാണ് തിരിച്ച്. ഞാൻ നമ്മുടെ പ്രിൻസേട്ടനോട് പറഞ്ഞു എത്രയും താഴെ ഇറങ്ങി പോകേണ്ടത്. കാരണം കുറച്ച് നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. ഇനി വരെ കയറണം. അയ്യോ, ഇന്നത്തേക്ക് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാൻ ആൾക്കാരിപ്പുണ്ട് കേട്ടോ. കുറച്ച് പേരൊക്കെ വന്ന് വഴി തങ്ങിയിട്ടുണ്ട്. ബാക്കി അവരുടെ കൂട്ടത്തിലുള്ളവരൊക്കെ താഴെ ഇറങ്ങി പോയിട്ടുണ്ട്. നടക്കാൻ മേലാത്ത. ഇതാ നമ്മൾ പറഞ്ഞ ഇതിൻ്റെ കുറേ പക്ഷികളുടെ കാൽപാദം. ഇത് കാൽപാദമുണ്ട്. ഇനി അപ്പുറത്ത് കാൽപാദം പതിഞ്ഞ കുറേ ഫോട്ടോ വെച്ചെടുത്തുണ്ട്. ഇതൊക്കെ ഉള്ളൂ ഇവിടെ. പിന്നെ മെയിൻ വൈൻ ഫോറസ്റ്റാണ്. പിന്നെ അങ്ങോട്ട് കയറുമ്പം സാധാരണ എല്ലാ ടൂറിസം സെൻറ്ററിലെ പോലെ തന്നെ കടയൊക്കെ ആവശ്യത്തിനുണ്ട്. അവിടെ കയറുന്നിടത്തുനിന്നല്ല, ഇറങ്ങി വരുന്നതിൻ്റെ ഒരു സൈഡ് മൊത്തം. ഒരു സൈഡ് റിസോർട്ടിൻ്റെ അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ മതിലാണ്. അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ നിരവധി കടകളാട്ടോ. മഴ ഇങ്ങനെ പെയ്യണോ വേണ്ടോ എന്ന് ആലോചിച്ച് നിൽക്കുവാണ്. ഇടയ്ക്ക് കുറച്ച് നേരം ഇരുണ്ട് മൂടിയിരുന്നു. പിന്നെ ഇപ്പോൾ വീണ്ടും തെളിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ മൊട്ടക്കുന്ന്, നമ്മുടെ തങ്ങൾപാറ, അങ്ങനെയൊക്കെ പ്രദേശങ്ങളാണ് കാണാനുള്ളത് കേട്ടോ. അത്യാവശ്യം വൈസൈഡിലൊക്കെ ചെറിയ കടകളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വാങ്ങാൻ, എന്ന് വെച്ചാൽ വെള്ളം കുടിക്കാനും അങ്ങനെ എല്ലായിടത്തും. മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ പൊറോട്ട, നമ്മുടെ പൊറോട്ട നമ്മുടെ ദേശീയ ഭക്ഷണമെന്ന് പറയുന്ന പോലെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ഫേമസ് ആയി കിട്ടുന്ന സാധനമാണ്, ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന സാധനം ബ്രെഡ് ഓംലെറ്റ്. എവിടെ തിന്നാലും ഉണ്ടാവും ബ്രെഡ് ഓംലെറ്റും കട്ടൻ ചായയും. വേറെ എന്തൊക്കെ സാധനം തിന്നാലും ഈ രണ്ട് സാധനം ഉണ്ടാവും. ഇവിടെ കുറച്ച് വൈകി ശകലം വീതി കുറവ്, കുറച്ച് ഭാഗമൊക്കെ ഇത്തിരിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. എന്നാലും അത്ര മോശമായ വഴികളൊന്നുമല്ല കേട്ടോ. ഈ മൊട്ടക്കുന്നുകളുടെ മനോഹാരിത നല്ല അടിപൊളി. തങ്ങൾപാറയെന്ന് അവിടെ, തങ്ങൾപാറയ്ക്ക് അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ വലത്ത് സൈഡ്.
ഇതുണ്ട്, ഇത് ഈ വഴി പോകുന്നിടത്തുണ്ട്. ഇതിൻ്റെ ഈ രണ്ട് സൈഡ്, ഈ വഴിയുടെ മൊത്തം രണ്ട് സൈഡ് പേരയാട്ടോ. ആ നിൽക്കണ മൊത്തം പേരയാണ്, കായൊന്നുമില്ല. ഇതാണ് തങ്ങളുപാറ തുടക്കം. അവിടെ കുറച്ച് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തങ്ങളുപാറ തുടക്കം എന്ന് വെച്ചാൽ നമ്മൾ തങ്ങളുപാറയുടെ അങ്ങേറ്റം വരെ കയറിപ്പോയിട്ടില്ല കേട്ടോ. ഈ തങ്ങളുപാറ എന്ന് പറയുന്നതിൻ്റെ അടുത്ത് മുകളിൽ ഏറ്റവും അങ്ങേറ്റത്ത് ഈ പാറ അങ്ങ് കയറിപ്പോണം. അതിൻ്റെ അങ്ങേറ്റത്ത് ഒരു ഖബർസ്ഥാൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ അടുത്ത് തങ്ങളുപാറ എന്ന് പേര് വന്നത്. ഒരുപാട് ആൾക്കാർ ഒരുപാട് കാലമായിട്ട് തീർത്ഥാടന കേന്ദ്രമാണെന്നാണ് പറഞ്ഞു കേട്ടോ. ഒരുപാട് കാലമായിട്ട് ആ പാറ കിടക്കുന്ന നോക്കി, എന്നെ നീളത്തിൽ കിടക്കുന്ന നോക്കി. ആ താന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ കയറി വരുന്നത് കേട്ടോ. അതിലേ നടന്ന് എങ്ങനെ പോയാലും അതൊന്ന് കയറി ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ നേരത്തെ പരിപാടിയുണ്ട്. നമുക്ക് ആ പാറയുടെ അറ്റത്ത് നമുക്ക് ഇനി ഒരു ദിവസം വരുമ്പോൾ മഴയായിട്ടാണ് നമുക്ക് കയറാതെ. ഇനി ഒരു ദിവസം വരുമ്പോൾ നമുക്ക് തങ്ങളുപാറ ഒന്ന് കയറി മൊത്തം നമുക്കൊരു ദിവസം ഒരു വീഡിയോ എടുക്കാൻ കേട്ടോ. ഇനി ഈ വാഗമണ്ണ് വന്നേക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ കാണാൻ വന്നേക്കുന്ന ടൂറിസ്റ്റ് ആൾക്കാരും ഈ ഇതിവിടെ കയറിയിട്ടുണ്ടാവും. അങ്ങനെ ഇനിയാണ് നമ്മൾ പറഞ്ഞ സംഭവം വരാൻ പോണം കേട്ടോ. ഇതൊരു ഓഫ് റോഡാണ്. ഇന്ന് വലിയ വണ്ടികൾ ഇറങ്ങിപ്പോകത്തില്ല ഒരു കാലത്തും. കാരണം വെച്ചാൽ അത് പണ്ട് ഈ നമ്മൾ കാണാൻ പോണ സംഭവം നിർമ്മിക്കാൻ വേണ്ടി ആ ഒരു കാലത്ത് സാധനങ്ങൾ കൊണ്ട് സാധന സാമഗ്രികൾ കൊണ്ടുപോകാൻ വേണ്ടി നിർമ്മിച്ച റോഡാണ്. ഇത് കുറച്ച് ദൂരമുണ്ട്. അതായത് നമ്മൾ മൊട്ടക്കുന്നിൽ നിന്ന്, ശരിക്കും പറഞ്ഞാൽ മൊട്ടക്കുന്നിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഈ സുന്ദരമായ സംഭവം കാണാം കേട്ടോ. എല്ലാവരും വാ. ഇത് ഞങ്ങൾ ബൈക്കിലാണ് പോകേണ്ടത്. ഞങ്ങൾ ഇത്രയും ഇതായിട്ട് പുല്ല് പോലെ ഇറങ്ങിപ്പോകണം കേട്ടോ. ഒരു കാരണവശാലും വലിയ വണ്ടി ഇറങ്ങിപ്പോകില്ല. റോഡ് മൊത്തം പൊട്ടിപ്പോണം. ഞങ്ങൾ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ റോഡേ ഇല്ല. പിന്നെ വഴിക്ക് നമ്മൾ 2 സുഹൃത്തുക്കൾ ബുള്ളറ്റേലുണ്ട്. അവരോടും പറഞ്ഞിട്ടുണ്ട്, സ്ഥലത്തോട്ട് പിടിപ്പിച്ചോളം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പുറകെ വരുന്നുണ്ടോ, അവരുടെ ബുള്ളറ്റ് ആയിട്ട് അവർ സ്പീഡിൽ ഇറങ്ങിപ്പോയി. ഇതിനെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം കേട്ടോ. ഇറങ്ങിപ്പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചേ പോകുള്ളൂ. കാരണം വെച്ചാൽ ഇവിടെ അങ്ങനെ അധികം ആരും ഇറങ്ങി വരാത്തതുകൊണ്ട് ഇതിൻ്റെ ഈ വഴിയിലോട്ട് ഇതിൻ്റെ കമ്പും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നീണ്ടു നിൽപ്പുണ്ട്. കണ്ണിൽ മുഖത്തൊന്നും കൊള്ളരുത്. ഇവിടെയൊക്കെ വരുമ്പോൾ ഏകദേശം റോഡ് തീർന്നു. ഇതിങ്ങനെ ഇരുന്ന് വെട്ടുന്നതെന്നറിയോ, ഞാൻ ഈ ക്യാമറ പിടിച്ചിങ്ങനോണ്ടേ നിരങ്ങി താട്ടക്കാരൻ പോയാൽ പോയി. പിന്നെ അട്ട ആവശ്യത്തിനുണ്ട്, പല മോഡലിൽ പല വർണ്ണങ്ങളിൽ. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ഈ സ്ഥലം കണ്ടോ? ഇത് നമ്മൾ ഏതാ ടണൽ ഉണ്ടാക്കണത്? നമ്മൾ ടണൽ ഉണ്ടാക്കുന്നത് നമ്മുടെ യോവിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് നമ്മുടെ 5 രൂപ ടണലല്ലേ, അതുപോലെ തന്നെ ഒരു ടണലാണിത് കേട്ടോ. പക്ഷേ ടണലിന് അത്രയും വലിപ്പം ഇല്ലാന്നേ ഉള്ളൂ. ഇത് വഴിക്കടവെന്ന് പറഞ്ഞ സ്ഥലം, നമ്മൾ വരുന്ന വഴിക്ക് വെള്ളം കിടക്കുന്ന സ്ഥലം കാണിച്ചില്ലേ, ആ വഴിക്കടവിൽ കിടക്കുന്ന വെള്ളം ഈ ടണൽ വഴി ഇടുക്കി ഡാമിലേക്ക് എത്തിക്കുന്ന കേട്ടോ. ഇത് ഇന്ന് മഴയൊക്കെ വരുന്ന സമയത്തൊന്നും ഇറങ്ങി വന്ന് അപകടമൊന്നും പറ്റത്തില്ല. കാരണം ഇവിടെ വിളിച്ചാൽ പോലും കേൾക്കാനൊരു മനുഷ്യനില്ല. ഇവിടെ കിടന്ന് ഒച്ച വെച്ചാൽ പോലും കേൾക്കത്തില്ല. അതുകൊണ്ട് വളരുന്നവർ അവരവരുടെ സേഫ്റ്റി ഉറപ്പാക്കി ചെയ്യുക. പിന്നെ ഇതിൻ്റെ അടുത്തോട്ടൊന്നും പോലും അവിടെയൊക്കെ വെള്ളത്തിന് കളർ വ്യത്യാസം കണ്ടു. അവിടെയൊക്കെ ഇച്ചിരി വെള്ളം ഒഴുകി വീണ് ആഴം കൂടുതലുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടെ വന്ന് വേറെ സാധനങ്ങളൊന്നും ഒന്നും നശിപ്പിക്കരുത്. കാരണം ഇവിടെ ഒരു സാധനമില്ല, ഒരു കുഞ്ഞ് പേപ്പർ കഷ്ണം പോലും ഇല്ല. ആ സുഹൃത്തുക്കൾ അവരെ കേട്ടോ നമ്മുടെ മുന്നിൽ ഇറങ്ങി വന്നേ. അപ്പോൾ ഇതാണ് ടണൽ കേട്ടോ. ഇത് വാഗമണ്ണ് വന്നിട്ടുള്ള ആൾക്കാർ എത്ര ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് അടി കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുപോലെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് തരണം. എന്ന് വെച്ചാൽ നമുക്ക് പോവുകയും ചെയ്യാം, അത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി നമുക്കത് വീഡിയോ എടുത്ത് കാണിക്കുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ടണലിൽ നിന്ന് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മേളിൽ കയറി വന്നു. കാരണം അധിക നേരം അവിടെ നിൽക്കാൻ നമുക്കും ഒരു ഭയം. ആരുമില്ല കേട്ടോ, ഒരു മനുഷ്യനുമില്ല. അടിപൊളിയാണ്, അടിപൊളി. നല്ല തെളിഞ്ഞ വെള്ളം, ഒന്നും പറയാനില്ല. കാലൊക്കെ ഒന്ന് കയറിപ്പോന്നു. കുളിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് സന്ധ്യ ആകുന്നതുകൊണ്ട്, അതുമല്ല ബൈക്ക് യാത്ര ആണ്ട് ഞങ്ങൾ കയറിപ്പോകുന്നത് കേട്ടോ. ഈ നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ അടി കൂടെ എവിടെയാണ് ആ ടണൽ കടന്നു പോകുന്നത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകുമ്പം ഇതിനെപ്പറ്റി ഒന്നും, ഇത് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ടണൽ എവിടെയാണെന്ന് ഒന്നും അറിയില്ല. അവിടെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വഴി പറഞ്ഞു തരും. ശരിക്കും മൊട്ടക്കുന്ന് കാണാനായിട്ട് നിർത്തുന്ന ഒരു 5 കിലോമീറ്റർ കഷ്ടി. ഈ ഓഫ് റോഡ് ഇറങ്ങി പോകുന്നതും കൂടെ ചേർത്ത് ഒരു 5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഇത് വാഗമണ്ണിൻ്റെ സ്വന്തം മൊട്ടക്കുന്നുകൾ. ഇവിടെ എല്ലാം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ തിരക്കായിരുന്നു. അവിടെ നിന്നൊക്കെ വണ്ടി ഇറങ്ങി പോയതാണ്. നല്ല തിരക്കായിരുന്നു, നല്ല ആൾക്കാരായിരുന്നു. പിന്നെ അവിടെ ആ പാസ് എടുത്ത് കയറുന്നിടത്തും നല്ല തിരക്കാട്ടോ. നമ്മളവിടെ പാസ് എടുത്ത് കയറിയില്ല, കാരണം എല്ലാ കുന്നും ഏകദേശം ഒരുപോലെ. നമ്മളിപ്പോൾ കയറിയ കുന്നിൻ്റെ മുകളിൽ കയറുന്ന ബാക്കിയുള്ള മൊട്ടക്കുന്നുകളെല്ലാം നമുക്ക് മൊത്തം ഇവിടെ നിന്നാൽ കാണാം. നമ്മൾ ആ ടിക്കറ്റ് എടുത്ത് കയറുന്ന കുന്നാണ് അപ്പുറത്ത്. അവിടെ നിരവധി ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ. സന്ധ്യ ആയതുകൊണ്ട് മഞ്ഞ് പതുക്കെ ഇറങ്ങി തുടങ്ങി, തണുപ്പുമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഈരാറ്റുപേട്ട പിടിക്കാമെന്നുള്ള രീതിയിൽ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു കേട്ടോ. ഈ വഴി കണ്ടോ, നല്ല അടിപൊളി വഴിയാണ്. വീതി കുറവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ടും ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ വഴിക്കെല്ലാം വരുന്നിടത്തൊക്കെ 1-2 സ്ഥലങ്ങളുണ്ട്. ഒരു പുലി ചാടുന്നൊരു വളമാണ്. നമ്മൾ ആ പുലി ചാടുന്ന വളവിൽ നിന്ന് റീലൊക്കെ എടുത്തിട്ടായിരുന്നു, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നല്ല ഭംഗി, നല്ല വൃത്തിയുള്ള അടിപൊളി വഴി കേട്ടോ.
ഇത് കണ്ടത് ആ വഴിക്ക് ആ പുലി ഇറങ്ങി വരുന്നത് കണ്ടോ, ഒരു പുലി ഒരു കെട്ടിടത്തിന് മുകളിൽ തഴവൂട്ടിട്ട് കണ്ടാതിക്കണേ. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. നല്ല ചൂട് പഴംപൊരി, മുട്ട ബജി, ബ്രെഡ് ഓംലെറ്റ്, നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ദേശീയ പഠനം ബ്രെഡ് ഓംലെറ്റ്. നമ്മളവിടെ കണ്ട വണ്ടികളാട്ടോ. ഇവിടെ 2-3 ബസ് വന്ന് നിർത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, സൈഡിലെല്ലാം കടയുണ്ട്. ഈ മഞ്ഞ് കണ്ടോ, നന്നായിട്ട് മഞ്ഞിറങ്ങി, നന്നായിട്ട് തണുപ്പുമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പതുക്കെ ഈരാട്ടുപേട്ട ലക്ഷ്യമാക്കി ബൈനോക്കുലർ ടോക്സ് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു യാത്രയായിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.